വസ്തുവിലെ ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണമെന്നാണ് വാർത്ത. ഭാരമുള്ള വസ്തു ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്ക് പരിക്കുണ്ട്. അതെ, അക്രമിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. രേഖാ ഗുപ്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, മുഖ്യമന്ത്രിയാണ്, അവിടെയൊക്കെ വലിയ സെക്യൂരിറ്റി ഒക്കെ അല്ലെങ്കിൽ തന്നെ ഉണ്ടതാണ്. അവിടെയുള്ള ഒരു വനിതാ മുഖ്യമന്ത്രി പോട്ടെ, മുഖ്യമന്ത്രിക്ക് നേരെ ഈ ഭാരമുള്ള വസ്തു എറിയുക, മുഖ്യമന്ത്രിക്ക് പരിക്കേൽക്കുക എന്നൊക്കെ പറയുന്നത് എന്താ അജീഷ്? ഹാഷ്മി, ഇത് എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഒരു പരിപാടിയാണ്. രേഖാ ഗുപ്ത അധികാരത്തിലേറിയതിനു ശേഷം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7-നും 9-നും ഇടയിലാണ് ഈ ജനസമ്പർക്ക പരിപാടി. ജൻസുൻവായി എന്നാണ് പരിപാടിക്ക് ഇവർ വിളിക്കുന്ന പേര്. ഈ സമയത്ത് ഡൽഹിയിലുള്ള ആളുകൾ പരാതി പറയാനായി ഡൽഹി മുഖ്യമന്ത്രിയെ കാണാൻ എത്തുന്നത് പതിവായിരുന്നു. അത് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ പരിപാടിക്കിടയിലാണ് ഇതിനിടയിൽ ഒരു 35 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷൻ ഈ രേഖാ ഗുപ്തയെ ആക്രമിച്ചത്. എന്തോ ഭാരമുള്ള വസ്തു ഉപയോഗിച്ച് ആക്രമിച്ചു അല്ലെങ്കിൽ മുഖത്തടിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. രേഖാ ഗുപ്തയ്ക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ രേഖാ ഗുപ്തയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒബ്സർവേഷനിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയെ അപ്പോൾ തന്നെ പോലീസ് പിടികൂടി സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാളുടെ പ്രകോപനം എന്താണ്, ഇതിന് കാരണം എന്ന് മനസ്സിലായിട്ടില്ല. പോലീസ് എന്തായാലും ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം തന്നെ ഈ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഈ ആക്രമണ കാരണം എന്ന് നിലവിൽ വ്യക്തമല്ല. 35 വയസ്സ് തോന്നിക്കുന്ന ഒരാളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് മാത്രമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ളതായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ ആക്രമണം നടത്തിയെന്ന് വ്യക്തമല്ല. നിലവിൽ ചോദ്യം ചെയ്ത് വരികയാണ് പോലീസ്. ഈ ആക്രമണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഡൽഹി രേഖാ മുഖ്യമന്ത്രി അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. വലിയ സുരക്ഷാ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലവിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ സംഭവം തന്നെ, ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെയും ഈ മഷീറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ. പക്ഷെ ഇത് അതിന് മീതെയാണല്ലോ. ആരാണ് ഇയാൾ, എന്താണ് അയാളുടെ പ്രകോപന കാരണം എന്നതിനെ പറ്റി പോലീസ് പറയുന്നുണ്ടോ അജീഷ്? ഹാഷ്മി, നിലവിൽ 35 വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷൻ ആണെന്ന് മാത്രമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ അവിടെ കൂടി നിന്ന ആളുകളുടെയൊക്കെ പ്രതികരണം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആളുകൾ ഈ പരാതിയുമായി നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമാണ് ഈ പരാതി നൽകാൻ ഇവിടെ എത്തുന്നത്. അവരെയൊക്കെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ വസതിക്ക് അകത്തേക്ക് കയറ്റി വിടുന്നത് പോലും. അങ്ങനെ ഈ ആളുകളെ വസതിക്കുള്ളിലേക്ക് കയറ്റിവിട്ട് ഈ മുഖ്യമന്ത്രിയെ കാണാനുള്ള അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പെട്ടെന്ന് ഈ സംഭവം ഉണ്ടായത്. ചില ആളുകൾ അവിടെ അവരുടെ പ്രതികരണം വരുന്നതനുസരിച്ചിട്ട് സാധാരണ നടക്കാറുള്ള ജനസമ്പർക്ക പരിപാടിയാണ്. അതിലൊരു പേപ്പറുമായി പരാതിയുമായി എത്തിയ ആളെന്ന നിലയിലാണ് ഇയാൾ വന്നതെന്നാണ് വിവരം. ഏകദേശം 35 വയസ്സ് തോന്നിക്കുന്നയാളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്.